അഡ്വക്കേറ്റ് ഡി സുരേഷ് കുമാർ, സ്ട്രേറ്റ് ചോദ്യമാണ്. 2019 സംഭവിച്ച ഗുരുതരമായ വീഴ്ച, അതാണ് ഇവിടെ ശില്പി മഹേഷ് പണിക്കർ ചൂണ്ടിക്കാണിച്ചത്. ഒരു തരത്തിലും അത് വിജയമല്യ പൂശിയ സ്വർണ്ണമാണ് അല്ലെങ്കിൽ വിജയമല്യ പൂശിയ ചെമ്പുപാളിയാണെന്ന് വിശ്വസിക്കാൻ നമുക്ക് കഴിയില്ല. സാഹചര്യ തെളിവുകളെ നമ്മുടെ മുന്നിലുള്ളൂ, ശാസ്ത്രീയ തെളിവുകൾ വേണം. പക്ഷേ പണിക്കർ തന്നെ പറയുന്നത് സാങ്കേതികമായി എങ്ങനെ അതിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുത്ത് ഈ ചെമ്പുപാളി മാത്രമായി ചെന്നൈയിൽ കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പോൾ 100 പവൻ ഉണ്ടായിരുന്ന അന്നത്തെ ആ വിജയമല്യ പാകിയ 20 വർഷത്തോളം അയ്യപ്പൻ്റെ ശ്രീകോവിലുണ്ടായിരുന്ന പാളി എവിടെ? ഈ ചോദ്യത്തിന് ഉത്തരം ഇതുവരെയും കിട്ടിയിട്ടില്ല. ഇങ്ങനെയൊരു സംഭവം അറിഞ്ഞിട്ടില്ല ഈ സർക്കാർ, കോടതി ഇടപെടുന്നതുവരെ. കോടതി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ നേരത്തെ മുഹമ്മദ് ഷാ പറഞ്ഞതുപോലെ ഇപ്പോഴും ഉണ്ണികൃഷ്ണൻ പോറ്റി സന്നിധാനത്ത് വന്ന് വിളയാടുമായിരുന്നു. ഇപ്പോഴും ഇതുപോലുള്ള ഇടനിലക്കാരുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകുമായിരുന്നു. മാനുവലുകൾ ലംഘിക്കപ്പെടുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം ഈ ദേവസ്വം മന്ത്രിക്കും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും ഇല്ലേ സുരേഷ് കുമാർ? അല്ല, 2025 വളരെ കൃത്യമായി മാനുവൽ പ്രകാരം എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് ഇതിൻ്റെ മിനുക്കുമണികൾക്കായി കൊണ്ടുപോയ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ വീഡിയോ ചിത്രീകരണം നടത്തി ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് കൊണ്ടുപോയ ദേവസ്വം വകുപ്പ് മന്ത്രിയും അല്ലെങ്കിൽ നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻറ്റും രാജിവെക്കണം എന്ന് ആവർത്തിച്ചാവശ്യപ്പെടുന്ന കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിൻ്റെയും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെയും അവരുടെ മോട്ടീവ് എന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ ഈ ചർച്ചയിൽ ഒരു ഭാഗം അതുകൂടെ വിധേയമാക്കേണ്ടതായിട്ടുണ്ട്. രണ്ടാമത് ഇവിടെ ഇപ്പോൾ സൂചിപ്പിച്ചു, ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്നിപ്പോൾ വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം പുറത്തു വന്ന് അദ്ദേഹം പറയാനുള്ളതെല്ലാം അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുമ്പേ പറഞ്ഞു കഴിഞ്ഞു എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പുറത്തു വന്നിരിക്കുന്നത്. ഇവിടെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആദ്യം അദ്ദേഹം ഈ ആരോപണം ഉന്നയിക്കുന്നതിനുള്ളൊരു പശ്ചാത്തലമുണ്ട്. ഞാൻ ആവർത്തിച്ച് സമയം അപഹരിക്കുന്നില്ല. ആ പശ്ചാത്തലം നിലനിൽക്കുന്ന സന്ദർഭത്തിൽ തന്നെ ഒറ്റയടിക്ക് 4 കിലോ സ്വർണം കേരളത്തിൻ്റെ മന്ത്രിസഭ അല്ലെങ്കിൽ ശബരിമല അയ്യപ്പ സംഗമം നടത്തിയ ആളുകൾ അടിച്ചുമാറ്റി എന്നാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. വളരെ ഉത്തരവാദിത്വത്തോടുകൂടി തൻ്റെ ഓരോ വാക്കും ഓരോ സ്റ്റേറ്റ്മെൻറ്റും വളരെ കൃത്യതയോടുകൂടി കേരളത്തിൻ്റെ പൊതുസമൂഹത്തെ അറിയിക്കാനുള്ള ഒരു വളരെ ഉത്തരവാദിത്തപ്പെട്ടൊരു നേതാവ് എന്താണ് ചെയ്തത്? ഇവിടെ നമുക്കറിയാം ഇനി പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ശരിയാണെന്ന് ഞാൻ വിശ്വസിച്ചാൽ അത് തെറ്റാണെന്ന് സ്ഥാപിക്കാൻ താങ്കളുടെ കയ്യിൽ എന്ത് തെളിവുണ്ട്? 1999 മുതൽ 98 ഈ സ്വർണം പൂശിയ വിജയ് മല്യയുടെയുമായി ബന്ധപ്പെട്ട രേഖകൾ അവിടെ ഇല്ലാതാകുന്നതിന് അല്ലെങ്കിൽ ഇല്ലാതായി എന്ന് തീർത്തു പറയാൻ വേണ്ടി കഴിയില്ല. സ്ട്രോങ് റൂമുകൾ തുറന്ന് അതിൻ്റെ കൃത്യമായിട്ടുള്ള പരിശോധന നടത്തിയെങ്കിൽ മാത്രമേ ആ രേഖകൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. എങ്കിൽ പോലും ഇപ്പോൾ നമ്മുടെ മുമ്പ് നമ്മൾ അറിയുന്നത് അവിടെ സഫീഷ്യൻ്റ് ആയിട്ടുള്ള രേഖകൾ കാണാനില്ല എന്നാണ്. അങ്ങനെയുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ ഒരു ഭരണം നടത്തിയ ആളുകളുടെയോ മുഖ്യമന്ത്രിയുടെയോ ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെയോ ദേവസ്വം മന്ത്രിയുടെയോ മാത്രം ഉത്തരവാദിത്വത്തിൽ അവരുടെ മേൽ പഴിചാരി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് ആരാണ്? ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് 4 കിലോഗ്രാം സ്വർണം കാണാതെ പോയി എന്നുള്ള ഒരു ആക്ഷേപം വന്നാൽ നിങ്ങൾ എങ്ങനെ അതിനെ പ്രതിരോധിക്കും? നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട് കണക്ക്? ഒരു കണക്കുമില്ലാതെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് കള്ളമാണെന്ന് പറയാൻ കഴിയില്ലല്ലോ. ആധികാരികമായ ഒരു രേഖയുമില്ല ഇപ്പോഴും സർക്കാരിന്റെ കയ്യിലില്ല, ദേവസ്വം ബോർഡിന്റെ കയ്യിലില്ല. ആകെ നമ്മുടെ കയ്യിലുള്ളത് കൊണ്ടുപോയ സ്വർണം 42 കിലോഗ്രാം, കൊണ്ടുവന്ന സ്വർണം കൊണ്ടുപോയ ചെമ്പുപാളിക്ക് 42 കിലോഗ്രാം ഭാരം, തിരിച്ചു കൊണ്ടുവന്നതിന് 38 കിലോഗ്രാം ഭാരം. ആ വ്യത്യാസം 4 കിലോഗ്രാം. അത് ചെമ്പാണോ സ്വർണ്ണമാണോ എന്ന് ഇതുവരെയും തീർപ്പായിട്ടില്ല. ഡി സുരേഷ് കുമാർ, പ്രതിപക്ഷ നേതാവിൻ്റെയും BJP നേതാക്കന്മാരുടെയും ഇത്തരത്തിലുള്ള കുപ്രചരണം മനസ്സിലാക്കാൻ, ഇത് സത്യവുമായി യാതൊരുവിധ നീതിയും പുലർത്താത്ത കാര്യമാണെന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധി സവിശേഷതയൊന്നും വേണ്ട, കോമൺ സെൻസ് മാത്രം മതി. കാരണം ചെമ്പിൽ പൂശിയതാണ് സ്വർണം, ചെമ്പ് പാളികളിൽ പൂശിയതാണ് സ്വർണം. സ്വാഭാവികമായും സ്വർണം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിന് ആനുപാതികമായിട്ടുള്ള സ്വർണം മാത്രമേ നഷ്ടപ്പെടുകയുള്ളൂ എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി പോലും കാണിക്കാതെ അയ്യപ്പ വിശ്വാസികൾക്കിടയിൽ, കേരളീയ ജനതയ്ക്കിടയിൽ വളരെ തീവ്രമായ പരിഭ്രാന്തി സൃഷ്ടിക്കുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ വിവാദം ഉണ്ടാക്കി അതിൽ നിന്നും നേട്ടം കൊയ്യുന്നതിനും വേണ്ടി വളരെ ബോധപൂർവം കെട്ടിച്ചമച്ച ഒരു കഥയാണിത്. നിങ്ങളുടെ ആരോപണം മാത്രമാണ്, നിങ്ങൾക്കത് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ നിമിഷം വരെ. സുരേഷ് കുമാർ, എത്ര സ്വർണം ഉണ്ടായിരുന്നു 2019-ൽ? ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ എല്ലാ മാനുവലും ലംഘിച്ച് നിങ്ങൾ കൊടുത്തിടുമ്പോൾ കണക്കുണ്ടോ? എത്ര സ്വർണം ഉണ്ടായിരുന്നു 2019-ൽ ഈ മാനുവൽ ലംഘിച്ച്
ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിടുമ്പോൾ അല്ല, അതിന്റെ പരിശോധനകൾ ഞാൻ ചോദിക്കട്ടെ, 2009 ശ്രീ വിജയ് മല്യ അവിടെ പൂശിയ സ്വർണത്തിന്റെ കണക്കിനെ സംബന്ധിച്ച് രണ്ടാം പിണറായി സർക്കാരിലെ മുഖ്യമന്ത്രിയും ദേവസ്വം ബോർഡ് മന്ത്രിയും ദേവസ്വം ബോർഡ് നേതൃത്വം നൽകുന്ന പ്രശാന്തും മറുപടി പറയണമെന്ന് പറയുന്ന ആ ഒരു വളരെ അയ്യപ്പനുള്ള കാലത്തോളം, അയ്യപ്പനെ ദേവസ്വം ബോർഡ് കാക്കുന്ന കാലത്തോളം ദേവസ്വം ബോർഡ് മറുപടി പറയേണ്ടി വരും. ആ സ്വർണം സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിനുണ്ട്. തീർച്ചയായും കാലാകാലങ്ങളിലുള്ള ആളുകൾ അതിന്റെ എല്ലാ രേഖകളും അവിടെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. സൂചിപ്പിച്ചല്ലോ, സ്വർണം എത്രയാണ് അങ്ങേക്ക് അറിയുമോ? ദേവസ്വം ബോർഡിന് അറിയുമോ? ദേവസ്വം മന്ത്രിക്ക് അറിയുമോ? അല്ല, തീർച്ചയായും അത് രേഖകൾ പരിശോധിച്ചാൽ മാത്രമേ പുറത്തു വരാൻ സാധ്യതയുള്ളൂ. പിന്നെ പ്രതിപക്ഷ നേതാവ് നിലവിൽ പറയുന്ന 4 കിലോഗ്രാം സ്വർണം കണക്ക് മുന്നിലുണ്ടെങ്കിൽ പ്രതിപക്ഷ നേതാവിനെ കുറ്റപ്പെടുത്തരുത്. പ്രതിപക്ഷ നേതാവ് പറയുന്ന കണക്കിൽ വിശ്വസിക്കുന്നവരുണ്ടാവാം, അത് വാസ്തവമാണോ നിർബന്ധമൊന്നുമില്ല. പക്ഷേ അത് തെറ്റാണെന്ന് പറയണമെങ്കിൽ തിരിച്ചൊരു കണക്ക് അങ്ങയുടെ കയ്യിൽ കാണണം. നിർഭാഗ്യവശാൽ അങ്ങയുടെ കയ്യിൽ ആ കണക്കില്ല. ഞാനൊന്ന് പറഞ്ഞ് പൂർത്തീകരിച്ചോട്ടെ. അവിടെ അങ്ങനെ ഒരു കണക്ക് ഇല്ല എന്നുള്ള പൂർണ്ണ നിഗമനത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ വേണ്ടി കഴിയില്ല. 18 സ്ട്രോങ് റൂമുകളുണ്ട്. ആ 18 സ്ട്രോങ് റൂമുകളിലും A, B, C ഇപ്പോൾ നിലവിൽ ഉപയോഗിക്കുന്ന ഇങ്ങനെ 4 രൂപത്തിലുള്ള നിലവറകളുണ്ട്. ഈ നിലവറകളാകെ തന്നെ തുറന്ന് പരിശോധിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ഒരു കാര്യം കൂടെ പറഞ്ഞു, ഒരു സെന്റൻസ് കൂടെ പറഞ്ഞ് എന്നെ അവസാനിപ്പിക്കാൻ അനുവദിക്കണം. ഇതിനിടയ്ക്ക് തന്നെ 467 കിലോഗ്രാം സ്വർണം, ഇവിടെ 1 കിലോയുടെയും 2 കിലോയുടെയും 3 കിലോയുടെയും ഒക്കെ കണക്ക് പറയുമ്പോൾ ഇന്നത്തെ കേരളത്തിന്റെ ദേവസ്വം വകുപ്പും ദേവസ്വം ബോർഡും സർക്കാരും 467 കിലോഗ്രാം സ്വർണമാണ് ആസ്തിയായി തിട്ടപ്പെടുത്ത് RBIക്ക് മുന്നിൽ സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇത്തരം കാര്യങ്ങൾ വളരെ കൃത്യതയോടുകൂടി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയുമാണ് ഇന്നിപ്പോൾ അറിയത്തുള്ളൂ. ഇതിപ്പോ ദേവസ്വം ബോർഡ് പറയുന്ന ഒരു കണക്കല്ലേ അങ്ങ് പറയുന്നത്. എത്ര കൊടുത്തു എന്നുള്ളത് പാവപ്പെട്ട ഭക്തന്മാർ വന്ന് നമ്മളോട് പറയില്ലല്ലോ. അപ്പൊ അതൊക്കെ അവിടെ ഉണ്ട്. അത് കാലാകാലങ്ങളിലുള്ള സർക്കാരിനും ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം അവരൊന്നും ഒഴിച്ചു മാറാൻ പറ്റില്ല. Debate with Dr. Arun Kumar.